റഷ്യയുമായുള്ള വ്യാപാര ബന്ധത്തിൽ ഇന്ത്യക്ക് അധിക തീരുവ ചുമത്തിയ അമേരിക്കൻ പ്രസിഡന്റിനെ വിടാതെ പിന്തുടരുകയാണ് ഇന്ത്യ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതിനുള്ള പടയൊരുക്കത്തിലാണ്. അതിന്റെ തെളിവാണ് കഴിഞ്ഞ ദിവസം യുഎസിന് നേരെ പകരം തീരുവ ഈടാക്കാനുള്ള നീക്കങ്ങൾ തുടങ്ങിവെച്ചത്. ആ തീരുമാനത്തിൽ ശക്തമായ പിന്തുണ അറിയിച്ചിരിക്കുകയാണ് ബിജെപിയും RSSും. കൂടാതെ അമേരിക്കയ്ക്കെതിരെ പകരം തീരുവ ചുമത്തിയാൽ മാത്രം പോരാ, ശക്തമായ മറ്റു രീതിയിലുള്ള തിരിച്ചടികളും നൽകണമെന്നാണ് അഭിപ്രായപ്പെടുന്നത്. എന്നാൽ അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് പോയാൽ ട്രംപിന് അടിപതറുമെന്നാണ് വിദഗ്ധർ വ്യക്തമാക്കുന്നത്. ഇന്ത്യയെ കൂടുതൽ പ്രഹരമേൽപ്പിക്കാനാണ് ട്രംപിന്റെ ശ്രമമെങ്കിൽ മറ്റു വൻ ശക്തികളായ രാജ്യങ്ങളുമായി ഒത്തുചേർന്ന് അപ്രതീക്ഷിതമായ തിരിച്ചടികൾ അമേരിക്ക നേരിടേണ്ടി വരുമെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇന്ത്യക്ക് 50% അധിക തീരുവ ഏർപ്പെടുത്തിയ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നീക്കത്തിന് അതേ നാണയത്തിൽ തിരിച്ചടി നൽകാനുള്ള ശ്രമങ്ങൾ സജീവമാക്കുകയാണ് ഇന്ത്യ. അലൂമിനിയം, സ്റ്റീൽ, തുണിത്തരങ്ങൾ തുടങ്ങിയവയ്ക്ക് പകരം തീരുവ ഈടാക്കാനാണ് ഇന്ത്യയുടെ തീരുമാനം. റഷ്യ-US ചർച്ചകളിൽ ഇന്ത്യക്കെതിരെ പിഴ ചുമത്തിയ വിഷയവും ഉയർന്നു വരാനാണ് സാധ്യതയെന്ന് സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. അമേരിക്കയുടെ തീരുവ യുദ്ധ പ്രഖ്യാപനത്തിനെതിരെ ശക്തമായ തിരിച്ചടി നൽകണമെന്ന അഭിപ്രായം BJPയിലും RSSലും ശക്തമാകുന്നുവെന്നും റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഇന്ത്യക്ക് മേൽ 50% പിഴ കൂടി ഏർപ്പെടുത്താനുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഉത്തരവ് വന്നത് ബുധനാഴ്ചയാണ്. 4 ദിവസത്തിനിപ്പുറം ഇത് പിൻവലിക്കണമെന്ന ആവശ്യവുമായി ഇന്ത്യ അമേരിക്കൻ ഭരണകൂടത്തെ സമീപിച്ചിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി US പ്രസിഡന്റ് ട്രംപിനെ വിളിക്കാനും തയ്യാറായിട്ടില്ല. അമേരിക്കൻ നീക്കത്തെ നേരിടുമെന്ന സന്ദേശമാണ് ഇതിലൂടെ ഇന്ത്യ നൽകിയത്. എന്നാൽ ഇത് മാത്രം മതിയാകില്ല എന്ന വികാരം BJPയിലും RSSലും ശക്തമാവുകയാണ്. അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്കും ഇന്ത്യ പകരം തീരുവ പ്രഖ്യാപിക്കണമെന്ന നിർദ്ദേശം ശക്തമാവുകയാണ്. അമേരിക്കയിൽ നിന്നുള്ള അലൂമിനിയം, സ്റ്റീൽ എന്നിവയ്ക്ക് 50% മുകളിൽ തീരുവ ഏർപ്പെടുത്താനുള്ള ശുപാർശ കേന്ദ്ര മന്ത്രിസഭ ചർച്ച ചെയ്തേക്കും. ലോക വ്യാപാര കരാറിന്റെ ലംഘനമാണ് അമേരിക്ക നടത്തിയതെന്ന് ചൂണ്ടിക്കാട്ടി ഇതിനകം ഇന്ത്യ പരാതി നൽകിയിട്ടുണ്ടെന്നാണ് സൂചനകൾ വരുന്നത്. അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരുന്ന തുണിത്തരങ്ങൾക്കും തീരുവ കുത്തനെ ഉയർത്താനുള്ള നിർദ്ദേശമുണ്ട്. 15-ാം തീയതി റഷ്യ-US ചർച്ച നടക്കുമ്പോൾ ഇന്ത്യക്ക് പിഴ ചുമത്തിയ വിഷയം വ്ളാഡിമിർ പുടിൻ ഉന്നയിച്ചേക്കുമെന്നാണ് വ്യക്തമാകുന്നത്. റഷ്യൻ എണ്ണ ഇറക്കുമതി ചെയ്യുന്നതിന്റെ പേരിൽ പിഴ ചുമത്തുന്നതിൽ പുടിൻ പ്രതിഷേധം ഉയർത്തുമെന്ന സൂചന റഷ്യ ഇന്ത്യക്ക് നൽകിയിട്ടുണ്ട്. അമേരിക്കയുടെ തീരുവ ഏതൊക്കെ മേഖലകളെ ബാധിക്കുമെന്ന വിലയിരുത്തൽ കേന്ദ്ര സർക്കാർ നടത്തുന്നുമുണ്ട്. ചില മേഖലകളെ സഹായിക്കാനുള്ള പാക്കേജ് കേന്ദ്രം ആലോചിക്കും. ഈ മാസം 25-ന് വ്യാപാര ചർച്ചകൾക്കായി എത്തേണ്ടിയിരുന്ന US സംഘം യാത്ര റദ്ദാക്കിയതായി ഇതുവരെ ഔദ്യോഗികമായി അറിയിച്ചിട്ടില്ല. മാത്രമല്ല, റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട തർക്കത്തിൽ ഇന്ത്യക്കെതിരെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച 50% അധിക തീരുവ അമേരിക്കയ്ക്ക് തന്നെ ഗുരുതര പ്രത്യാഘാതമുണ്ടാക്കുമെന്ന് മുൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജോൺ ബോൾട്ടൺ വ്യക്തമാക്കിയിരുന്നു. ട്രംപിന്റെ അധിക തീരുവ പ്രഖ്യാപനം അമേരിക്കയുടെ ദീർഘകാല പരിശ്രമത്തെ അപകടത്തിലാക്കുന്നതാണ്. ഇന്ത്യയെ റഷ്യയിൽ നിന്നും ചൈനയിൽ നിന്നും അകറ്റാനുള്ള പരിശ്രമം അമേരിക്ക ഏറെക്കാലമായി നടത്തുകയാണ്. ഇതിനായുള്ള അമേരിക്കൻ തന്ത്രങ്ങളെ ട്രംപിന്റെ തീരുമാനം അപകടത്തിലാക്കിയെന്ന് ബോൾട്ടൺ വിമർശിക്കുകയും ചെയ്തു. ട്രംപിന്റെ താരിഫ് പ്രഖ്യാപനം കാരണം ഇന്ത്യ റഷ്യയോടും ചൈനയോടും കൂടുതൽ അടുപ്പിക്കുകയും ഈ 3 ലോകശക്തികൾ അമേരിക്കയ്ക്കെതിരെ ഒന്നിക്കാൻ ഈടാക്കുകയും ചെയ്യുമെന്ന് ഇദ്ദേഹം വ്യക്തമാക്കി. ആദ്യ 25% പ്രഖ്യാപിച്ച അധിക തീരുവ പിന്നീട് 50% ട്രംപ് ഉയർത്തിയത്. എന്നാൽ ഈ നടപടി ഉദ്ദേശിച്ച ഫലം നൽകില്ലെന്നും ഇന്ത്യ പ്രതികൂലമായി പ്രതികരിച്ച് അമേരിക്കയ്ക്ക് ദോഷം ചെയ്യുമെന്നും ബോൾട്ടൺ വിവരിക്കുകയും ചെയ്തു. റഷ്യക്കെതിരായ നടപടി എന്ന നിലയിൽ ഇന്ത്യക്ക് മേൽ ചുമത്തിയ അധിക തീരുവ ഇന്ത്യ-റഷ്യൻ-ചൈന ബന്ധം ശക്തിപ്പെടുത്തുകയും അമേരിക്കയ്ക്ക് അത് വെല്ലുവിളിയാകുമെന്നും അദ്ദേഹം മുന്നറിയിപ്പും നൽകി. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.